അതായത് സ്വർണ്ണവില ഒരു സ്ഥിരീകരണമാകുന്ന നിലവിലേക്ക് വരാറായിട്ടില്ല. ട്രംപിന്റെ വ്യാപാര യുദ്ധം അതാണ് ഇപ്പൊ സ്വർണ്ണവിലയില് ഇത്രയധികം ചാഞ്ചാട്ടം, കുതിച്ചു കയറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വ്യാപാര യുദ്ധം എങ്ങും എത്തിയിട്ടില്ല. അത് ഇത്തിരി കൂടി ചൂടാകാനാണ് സാധ്യത. കാരണം ഇപ്പൊ ഇന്ത്യ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ സൗഹാർദ്ദപരമായ ചർച്ചകൾ നടക്കുകയാണ്. അത് തീർച്ചയായിട്ടും അമേരിക്കയെ അമ്പരപ്പിക്കും, അമേരിക്കയെ കൂടുതൽ ചൊടിപ്പിക്കും. അങ്ങനെയാവുമ്പോൾ കൂടുതൽ സമ്മർദ്ദം ഇന്ത്യയുടെ മേലും ചൈനയുടെ മേലും റഷ്യയുടെ മേലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാല് അതായത് ആഗോള തലത്തില് നിക്ഷേപം ചെന്നെത്തുന്ന 3 മേഖലകളുണ്ട്. 1 സ്വർണം, 2 ഡോളർ, 3 സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ ഈ അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി, ഇപ്പൊ ഈ വ്യാപാര യുദ്ധം മൂലം ലോകത്തുണ്ടായിട്ടുള്ള അൺസർട്ടനിറ്റിയുടെ ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ ഡോളറിലും വിശ്വസിക്കാൻ പറ്റില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ ലോകത്തെല്ലായിടത്തും താഴേക്ക് പോയും കയറിയും പൊങ്ങിയും ഇരിക്കുകയാണ്. അവിടെയും അൺസർട്ടൺ ആണ്. അപ്പൊ സേർട്ടൺ ആയിട്ടുള്ള ഒരേ ഒരു ഉൽപ്പന്നം ഇപ്പോ സ്വർണം മാത്രമാണ്. അതുകൊണ്ടാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം, അതായത് ഓഗസ്റ്റ് 27 മുതൽ കേരളത്തിന്റെ ഇന്ത്യയുടെ സെൻസെക്സ് 270 പോയിന്റോളം താണു മിനിഞ്ഞാന്നായപ്പോഴത്തേക്കും. അതുപോലെ തന്നെയാണ് നിഫ്റ്റി, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ താണുപോയി. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ തണത്? കാരണം ഈ 50% താരിഫ് ഇന്ത്യയുടെ മേൽ ചുമത്തുമ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഏർണിങ്സ് കുറയും. അങ്ങനെ പിന്നെ ഇന്ത്യയുടെ എക്സ്പോർട്സ് പ്രതിരോധത്തിലാകും. ഇന്ത്യയുടെ എക്സ്പോർട്സ് പ്രതിരോധത്തിലാകുക എന്ന് വെച്ചാല് ഇന്ത്യക്കകത്തുള്ള ഉൽപാദനം വെട്ടിച്ചുരുക്കേണ്ടി വരും. ഉൽപാദനം വെട്ടിച്ചുരുക്കിയാൽ തൊഴിലുകൾ നഷ്ടപ്പെടും. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടായേക്കാം എന്ന ആ അൺസർട്ടനിറ്റി, അത് മൂലമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിദേശ വ്യാപാരികള് അവരുടെ ഷെയർ ഒക്കെ പിൻവലിച്ചു. അങ്ങനെ പിൻവലിച്ചത് കൊണ്ടാണ് ഒരു വശത്തെ ഷെയറുകളുടെ 270 പോയിന്റിന്റെ കുറവ് താഴേക്ക് പോകുന്നു. അതുപോലെ സ്വർണത്തിന്റെ വില നേരെ മുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 27,000 രൂപ ഒരു പവന്റെ വിലയിൽ എത്തി നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അൺസർട്ടനിറ്റിയാണ്. ഈ വ്യാപാര യുദ്ധത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പൊ ഈ വ്യാപാര യുദ്ധം ഇത്ര പെട്ടെന്ന് തണുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുക. റഷ്യ, വ്ളാഡിമിർ പുടിൻ, ഷീ ജിൻപിങ്, നമ്മുടെ പ്രധാനമന്ത്രി, ഇവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം കൊണ്ട് അമേരിക്കയുടെ നടപടി കുറച്ചുകൂടി കടുപ്പിച്ചേക്കാം. പക്ഷേ അമേരിക്കയ്ക്ക് അങ്ങനെ കടുപ്പിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ വിറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. സാവകാശം അമേരിക്ക പതുക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് താഴും. അതായത് കുറച്ചും കൂടി വ്യാപാര യുദ്ധത്തിന് അയവ് വരുത്തി നാം ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ അടുക്കളയിലേക്ക് വരും. അങ്ങനെ വരാതിരിക്കാൻ ഒക്കില്ല അമേരിക്കയ്ക്ക്. അങ്ങനെ വരുമ്പോഴേക്ക് യുദ്ധത്തിനൊരു പര്യവസാനം, വ്യാപാര യുദ്ധത്തിനൊരു പര്യവസാനമാകും. ചാഞ്ചാട്ടം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ ചാഞ്ചാട്ടം, ഡോളറിന്റെ ചാഞ്ചാട്ടം. ഓർമ്മിക്കുക, ഡോളർ രൂപ നിരക്ക് 88 മുകളിൽ നിൽക്കുകയാണ്. ഒരു രൂപ 88 രൂപയിൽ അധികം കൊടുത്താലേ ഒരു ഡോളർ കിട്ടൂ എന്ന രീതിയിലാണ് ചാഞ്ചാട്ടം ഉള്ളത്. അപ്പൊ ഈ ചാഞ്ചാട്ടത്തിന്, ഈ അൺസർട്ടനിറ്റീസിന്, അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം വരും. അങ്ങനെ പരിഹാരം വരുന്നതോടെ സ്വർണത്തിന്റെ വില പതുക്കെ ക്രമേണ താഴാൻ തുടങ്ങും. പക്ഷെ അതിന് നമ്മൾ ഇത്തിരി കൂടി വെയിറ്റ് ചെയ്യണം. ഒരു പക്ഷേ സ്വർണത്തിന്റെ വില നാളെയും മറ്റന്നാളും ഒക്കെ ഇനിയും ഉയരാനാണ് സാധ്യത. അതുകൊണ്ട് തൽക്കാലം അതായത് കയ്യിൽ പണം അധികമില്ലാത്തവർ, എറിഞ്ഞു കളിക്കാൻ പണമില്ലാത്തവർ സ്വർണം വാങ്ങാതിരിക്കുക. തൽക്കാലം കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്വർണത്തിന്റെ വില നമുക്കറിയാം, യുക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയത്തൊക്കെ 28,000 26,000 രൂപയിൽ നിന്ന് സ്വർണമാണ് ഇപ്പോൾ 76,000 77,000 എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ യുദ്ധ കാലാവസ്ഥയും വ്യാപാര യുദ്ധ കാലാവസ്ഥയും ഒന്ന് കെട്ടടങ്ങി ട്രംപിന്റെ അഹങ്കാരം കുറഞ്ഞ് സാധാരണ രാഷ്ട്രങ്ങളുടെ മുൻപില് സാധാരണ രാഷ്ട്രം പോലെ തന്നെ അമേരിക്കയും പെരുമാറാൻ തുടങ്ങുന്നതോടെ
സ്വർണത്തിന്റെ വില താഴും. ഒരു 50,000-ലേക്കൊക്കെ തിരിച്ചെത്തിയേക്കാനാണ് സാധ്യത. പക്ഷെ അതിന് 1 മാസമോ അതിലധികമോ ഒക്കെ വേണ്ടി വന്നേക്കാം. പക്ഷേ ഈ 1 മാസം അല്ലെങ്കിൽ അതിലധികം എന്ന് പറയുമ്പോൾ അപ്പോഴും നമുക്കൊരു വ്യക്തമായൊരു കണക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ട്രംപ് ഇക്കാര്യങ്ങളിലൊക്കെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വ്യാപാര യുദ്ധം, ഇതിലൊക്കെ ഒരു അറുതി വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇരുട്ടടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറവ് വരുമെങ്കിൽ പോലും പഴയ കാലത്തിലേക്ക് അല്ലെങ്കിൽ നേരത്തെയുള്ള രീതിയിലേക്കൊന്നും സ്വർണത്തിന്റെ വില ഇനി കുറയാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതായത് നമുക്കറിയാം, കോവിഡ് കഴിഞ്ഞപ്പോൾ 20,000 രൂപയിലായിരുന്നു സ്വർണം നിന്നത്. ആ തരത്തിലേക്ക് ഇനി വരില്ല. പക്ഷെ ഒരു 40,000-ന്റെ ചുറ്റുവട്ടത്തിലേക്കൊക്കെ സ്വർണം വീണ്ടും എത്തിയേക്കാം. അത് ഈ യുദ്ധ സാഹചര്യങ്ങളൊക്കെ മാറി, അതായത് ഇസ്രായേൽ ഗാസ യുദ്ധം മാറണം, അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം മാറണം. അതിനേക്കാൾ ഒക്കെ ഉപരി ട്രംപിന് നല്ല തിരിച്ചടി കിട്ടി ട്രംപ് താഴേക്ക് വരണം. അതായത് ട്രംപിന് മറ്റു ലോകരാഷ്ട്രങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം. ട്രേഡ് അതായത് നമ്മൾ ഓർക്കണം, US ഫെഡറൽ കോടതി തന്നെ ട്രംപിന്റെ ഈ നീക്കം ശരിയായ നീക്കമല്ല, ആഗോള തലത്തിൽ ട്രേഡിന് നേരെ ഇത്ര വലിയ വാളോങ്ങാനുള്ള അവകാശം ട്രംപിന് ഇല്ലെന്ന് അമേരിക്കൻ കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യാപാര യുദ്ധത്തിന് കോടതിയുടെ, അതായത് അമേരിക്കൻ കോടതി എന്ന് പറയുമ്പോൾ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളും ട്രംപിനെതിരെ തിരിയും. അങ്ങനെ ട്രംപിനെതിരെ അമേരിക്കയിൽ നിന്ന് പോലും അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ട്രംപ് പത്തി ചുരുക്കും. ട്രംപ് പത്തി താഴ്ത്തുന്നതോടുകൂടി വ്യാപാര യുദ്ധം പതുക്കെ കെട്ടടങ്ങി പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ ട്രംപിന് അവിടുന്ന് സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യത പോലും കുറവായിരിക്കുകയില്ല. പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ അദ്ദേഹം തന്നെ പോകേണ്ടി വന്നേക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പേടിക്കണ്ട, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില താഴേക്ക് വരും. ട്രംപിന്റെ തന്നെ പാരയായി തീരില്ല എന്ന് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.